തൊഴിലില്ലായ്മ അതിൻ്റെ സർവ്വകാല റെക്കോർഡും ഭേദിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് തൊഴിലില്ല. അവൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് ആണെങ്കിൽ ഇന്ത്യൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് 8% നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ മനുഷ്യൻ്റെ ജീവിതം ദുസ്സഹമാക്കിയ കഴിഞ്ഞ 10 വർഷത്തിന് നമ്മൾ ഇന്ത്യക്കാർ കൊടുക്കുന്ന മറുപടി ആയിരിക്കും. താങ്ക് യു. എൻ്റെ പേര് മുഹമ്മദ് യൂനുസ് എന്നാണ്. ഇവിടെ കണ്ണൂരിൽ സിറ്റി സ്നേഹതീരം എന്ന സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് നമ്മൾ കേരളം നമ്പർ 1 പറയും, പക്ഷെ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സ്ഥാപനങ്ങളില്ല, ലക്ഷങ്ങൾ ചെലവാക്കണം. മലബാറിലെ കുട്ടികൾ സ്റ്റേറ്റിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 പറയുന്നു, എന്നാൽ കുറച്ച് കൂടിയ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട നക്ഷത്ര ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വെളിയിലേക്ക് പോകേണ്ടി വരും. ഇത് ആര് വന്നാലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. എൻ്റെ പേര് ഷെജീന ഫൈസൽ. ഞാനൊരു ബിസിനസ് വുമണാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് ബിസിനസ്സിലേക്ക് മുന്നോട്ട് വരാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരുമായിരുന്നു. അതുപോലെ നമ്മുടെ പൊതുസ്ഥലത്തിലേക്ക് ഇറങ്ങുമ്പോഴുള്ള പബ്ലിക് ടോയ്ലറ്റ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സ്ത്രീകൾക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ടോയ്ലറ്റ് സൗകര്യം തീരെയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ വൃത്തികേടായി അതൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പല മേഖലകളുണ്ട്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ മേഖലകളിലുണ്ട്. അത് ബന്ധപ്പെട്ട ആളുകൾ അതിൽ ശ്രദ്ധ കാണിക്കുന്നില്ല. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് സക്കരിയ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സിറ്റി പ്രദേശത്ത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും ഇവിടുത്തെ കോർപ്പറേഷൻ നടത്തുന്നില്ല. ഓരോ സ്ഥലത്തും, കാരണം ലേബറിൻ്റെ മുമ്പിലും മറ്റുള്ള സ്ഥലത്തും സൈഡിലും സ്കൂളിൻ്റെ പരിസരത്തുമൊക്കെ മാലിന്യം കൊണ്ടുപോയി ജനങ്ങൾ കൊണ്ടുപോയിട്ട് ഇടുന്നത്. അത് കോർപ്പറേഷൻ്റെ കൊള്ളരുതായ്മയാണെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ റോഡും മറ്റുള്ളതൊന്നും വികസനം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടല്ലോ. ഈ റോഡല്ലേ ഇവിടെ എന്താണ് റോഡൊക്കെ ആയിരിക്കുന്നത്. നമുക്ക് ഇവിടെ പറയാനുള്ളത് സിറ്റി പ്രദേശത്തിൻ്റെ വികസനത്തിനെ പറ്റിയാണ്. മാലിന്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് നമ്മൾ ചേലോറ ലഞ്ചിനോടനുബന്ധിച്ചിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശം 22 ഏക്കർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ 22 ഏക്കറിൽ ഇപ്പോൾ പല പദ്ധതികളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രദേശത്ത്, താഴ്ന്ന പ്രദേശമായ ഈ സ്ഥലത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഈ വേസ്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ വളരെ രൂക്ഷമായ വിഷയങ്ങളാണ്. എൻ്റെ പേര് മുഹമ്മദ് നിസാർ. സർക്കാരിൻ്റെ കൂടെ പറയാനുള്ളത്, 40 രൂപ ടിക്കറ്റ് വളരെ പ്രൈസ് കുറവാണ്. എങ്ങനെയെങ്കിലും അത് കുറച്ചും കൂടി കൂട്ടിക്കൊടുക്കണം. വേറെ ഒന്നും പറയാനില്ല.